കൂടുതൽ വാർത്തയിലേക്ക്. കാലിന് ചലനശേഷി നഷ്ടപ്പെട്ടാലും സാവിത്രി അമ്മ എത്താത്ത ഇടങ്ങളില്ല. പൊന്നുപോലെ നോക്കുന്ന മകനാണ് സാവിത്രി അമ്മയുടെ ബലം. അമ്മയുടെയും മകന്റെയും സ്നേഹക്കൂട്ടിന്റെ കഥയാണ് തൃശൂർ ചുണ്ടൽ സ്വദേശി രാജന്റെയും അമ്മ സാവിത്രിയുടെയും. 15 വർഷമായി അരയ്ക്ക് താഴെ ചലനശേഷിയില്ല സാവിത്രി അമ്മയ്ക്ക്. പക്ഷേ ആഗ്രഹങ്ങളെല്ലാം താൻ പറയുന്നതിനു മുൻപേ മകൻ രാജൻ സാധിച്ചു നൽകും. വിദേശത്തായിരുന്ന രാജൻ ജോലി ഉപേക്ഷിച്ചാണ് അമ്മയെ പരിചരിക്കാനായി നാട്ടിലെത്തിയത്. അതിനുശേഷമാവട്ടെ യാത്രകളുടെ തിരക്കിലാണ് സാവിത്രി അമ്മ. വടക്കുംനാഥന് മുന്നിലും കീഴൂരിലും എത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ഏറെ ശ്രദ്ധ നേടി. ജലയാത്രകൾ ഏറെ പ്രിയമായ സാവിത്രി അമ്മയ്ക്ക് കുട്ടവഞ്ചി ബോട്ട് യാത്രകൾ സമ്മാനിച്ചത് എന്തെന്നില്ലാത്ത നിർവൃതിയാണ്. അടുത്തിടെ വിമാനത്തിൽ കയറി ബോംബെ കാഴ്ചകളും കണ്ട് തിരിച്ചെത്തി. എൻ്റെ അച്ഛനും ചേട്ടനും അമ്മയും ഒരുമിച്ച് കിടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അസുഖതയായിട്ട് വാർദ്ധക്യം മൂലമുള്ള ഇതായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ വേർപാട്, ചേട്ടൻ്റെ ഒരു മരണം എല്ലാം കൂടി ഇപ്പോൾ പിന്നെ അമ്മ ഒറ്റപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ ഞാൻ ചുറ്റുവട്ടത്തെ ചെറിയ ചെറിയ അമ്പലങ്ങളിലേക്ക് ആദ്യം കൊണ്ടുപോയി ഞാൻ. അപ്പോൾ പിന്നെ ചെറിയ മുറുമല്ലി കണ്ടപ്പോൾ എനിക്ക് തോന്നി വല്ല തൃശ്ശൂരിൽ നിന്ന് പോയി കൊണ്ടുപോകാം. പിന്നെ അവിടുന്ന് എറണാകുളത്തിൽ കൊണ്ടുപോയി. അവിടുന്ന് അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പിന്നെ ഡോക്ടറോട് ചോദിച്ചു, അമ്മയ്ക്ക് ഈ ഫ്ലൈറ്റിൽ കയറുന്നൊരു മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷം. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ മനസ്സിനിപ്പോൾ ഭയങ്കര, എനിക്കിപ്പോൾ എൻ്റെ അമ്മ എന്നല്ല, എൻ്റെ വേറെ മനസ്സിൽ വേറെ ഒന്നുമില്ല എനിക്ക്. മേളവിദ്വാൻ കുട്ടന്മാരാരെ കാണാനെത്തിയ അമ്മയെ അദ്ദേഹം പൊന്നാടയണിച്ച് ആദരിച്ചു. മണലൂർ ഗോപിനാഥന്റെ ചമയമിടാത്ത ഓട്ടൻതുള്ളലും അമ്മയ്ക്കായി അരങ്ങേറി. എനിക്ക് ശ്രീകണ്ഠം നായര് മഞ്ജു വാര്യരെയും കാണാനാണ് കൂടുതൽ ഇഷ്ടം. അവര് ശ്രീകണ്ഠം നായരെയും കാണണമെന്നാണ്. പ്രായാധിക്യത്തിന്റെ അവശതകൾ അലട്ടുമ്പോഴും തളരാത്ത മനസ്സുമായി സ്വന്തം മകന്റെ കൈകളിൽ ഒരു കുഞ്ഞിനെ പോലെ സാവിത്രി അമ്മ യാത്ര തുടരുകയാണ്. കൊട്ടവഞ്ചിയിൽ പോയി, ബോട്ടിൽ പോയി, വെള്ളത്തിൽ പോകുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. നീ ഈ പ്രായത്തിൽ എന്ത് പേടിക്കാനാണ്? കേരള വിഷൻ ന്യൂസ്, തൃശൂർ.